അപ്പൊ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം. അപ്പൊ അതായത് നമ്മള് ഇട്ട ഡ്രസ്സ് ഞാൻ ഇന്നലെ ഇൻട്രോ ഒപ്പം എടുക്കണം കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കട്ടെ. അപ്പൊ ഇതിലിങ്ങനെ മാറ്റി വെച്ചിട്ടാണെന്ന് ആവില്ലാന്ന് വിചാരിച്ചാണ്ടേ. വിശേഷം എന്ന് പറഞ്ഞാല് സിനു വന്നിട്ടുണ്ട്. അപ്പോൾ പോകാനായിട്ടുണ്ടോ. ഇപ്പോൾ നാളെ പോകും. അപ്പൊ നാളെ പോകുമ്പോ ഞങ്ങൾ മുത്തച്ഛന്മാരോടൊക്കെ ഒന്ന് പോണ വിശേഷങ്ങളും പിന്നെ രാത്രി ഒക്കെ ചമ്മന്തിപ്പൊടി കുട്ടികളെ പറഞ്ഞൊക്കെ കൊണ്ടുവരും പറയും. എല്ലാവരും ഓരോന്ന് കൊണ്ടുവരാനൊക്കെ പറഞ്ഞു. ഓണൊക്കെ കഴിഞ്ഞില്ല. ചിലർ പുളിഞ്ച് കൊണ്ടുവരാൻ പറഞ്ഞു, ചിലർ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറയാം. അപ്പം നിങ്ങൾ എനിക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി തരുമല്ലോ. ആ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ആ വീഡിയോ ഞാൻ എടുത്തിട്ടോ. ആ വീഡിയോ അതൊക്കെ നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെ ഇക്കാരം അദ്ദേഹത്തെ പറഞ്ഞ മാതിരി സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പോൾ ഇതാക്കണ മക്കളെ, ഞങ്ങൾ വൈകുന്നേരം ഒരു 4:30 മണിക്ക് ശേഷമാണ് കേട്ടോ. അതാ ഞങ്ങൾ മൂത്തച്ഛന്മാരെ പെരേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന പേരുണ്ടല്ലോ, ഇപ്പോൾ ഞങ്ങൾ ഈ മുന്നിൽ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കാണുന്ന ഒരു പേരില്ലേ, അതിൻ്റെ രണ്ടാമത്തെ മൂത്തച്ഛൻ്റെ പേരാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ചടിക്ക് റോഡ് കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മൂന്നാമത്തെ മൂത്തച്ഛൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം മൂന്നാമത്തെ മൂത്തച്ഛൻ്റെ പെരയെ പോയിട്ട് പിന്നെ തിരിച്ച് വരുമ്പോൾ ഇങ്ങോട്ട് കയറാമെന്നൊക്കെ വിചാരിച്ചു. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, കയറിയിട്ട് നമുക്ക് പെരയ്ക്ക് വരെ ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് പെരയിലെത്തല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ പോവുകയാണ്. വലിയ മൂത്തച്ഛൻ്റെ പേരെ പിന്നെ നമ്മളെ തറവാടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ സിനു വന്നാൽ തന്നെ രാത്രി മാനിപ്പാനൊക്കെ കാണാൻ പോയി പിന്നെ അങ്ങോട്ട് പോയി. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് പോണില്ല. ഇതിൽ വാങ്ങില്ല, അതിലൂടെ മാതിൽ കയറാൻ പൊരികൂടെ പോകും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ് കുത്തറ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ട് ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പെരയിലെത്തണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാമത്തെ മുത്തച്ഛൻ്റെ പെര നമ്മളെ പെരൻ്റെ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ അവിടേക്കും കൂടി കയറിയിട്ട് അവിടെയും കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ നമുക്ക് പെരയൊക്കെ തന്നെ ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് എത്താന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോയതേനില്ല. അപ്പോൾ അവിടെയും കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ പോന്നു കിട്ടോ. നമ്മൾ പെരയിൽ എത്തി. അപ്പോൾ ഞാൻ ഫർദ എടുത്തിനല്ലോ. സംഭവത്തിൽ ഈ ഫർദ വാങ്ങിയത് ഞാൻ സിനുവിനോട് പറയാൻ മറന്നും ചെയ്തിന് കേട്ടോ. ഓള് പിന്നെ അവിടെ അങ്ങനെ തട്ടം കണ്ടപ്പോൾ ഇതിന് ഒരു കല്ലൊക്കെ കണ്ടപ്പോൾ ഏതാ ഇപ്പോൾ പുതിയ ഫർദയും തട്ടൊക്കെ എന്നൊക്കെ വിചാരിച്ചാണ്ട് നിങ്ങൾക്ക് ഫർദമാ പുതിയതൊക്കെ വാങ്ങിയെന്നൊക്കെ ചോദിച്ചാണ്ട് ഞാൻ ഫർദൊക്കെ വാങ്ങിയാണ്. അപ്പോൾ ഓൾ കണ്ടപ്പോൾ ഓൾ അങ്ങനെ ഇട്ട് നോക്കുകയാണ് കേട്ടോ. ഞാനിത് ഹോസ്റ്റലിലേക്ക് ഇനി പോകുമ്പോൾ കൊണ്ടുപോകും. അവിടെ കുട്ടികൾ ഫർദൊക്കെ ഇടലുണ്ട്. രാവിലെ വേഗം ക്ലാസ്സിനൊക്കെ പോകാൻ വേണ്ടി ഫർദ ഇടാൻ നല്ല സുഖമാണല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ രാത്രി ആയപ്പോൾ പിന്നെ ബാവട്ടി എന്നും രാവിലെ പോണ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണലുണ്ടാവില്ലേ. ഹിസുട്ടിനെ മദ്രസക്ക് കൊണ്ടാക്കിയാണ് പിന്നെ നേരെ അങ്ങാടിക്ക് പോരാന്നൊക്കെ ഞാൻ അങ്ങനെ പറയലുണ്ടല്ലോ. അപ്പോൾ രാത്രി വരുന്ന വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് വന്നപ്പോൾ പിന്നെ കുറച്ച് ഏറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പെരേക്കുള്ള സാധനങ്ങളൊക്കെ വേറെ കൊണ്ടുവരും കേട്ടോ. ഇന്നിപ്പോൾ കുട്ടികൾക്ക് മുട്ടായും സാധനങ്ങളൊക്കെ എന്നും കൊണ്ടുവരുന്ന മാതിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സിനുവിന് കൊണ്ടാക്കാൻ വേണ്ടി കടല ചിപ്സ് പിന്നെ അവർ പേക്ക് ചോക്ലേറ്റിന് മുട്ടായി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിന്. ഓർക്ക് ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ അല്ലേ വരുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒഴിവ് സമയത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കുറച്ചിങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് മുട്ടായി കടല ചിപ്സ് ഇങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഫ്രണ്ട്സുകളൊക്കെ എല്ലാവരും കൊണ്ടുവരുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്തിട്ട് അങ്ങനെ കഴിക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി കൊണ്ടുവരുമ്പോൾ ഒരുപാടുണ്ടാവുമല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തേക്കൊന്നും വിടൂലല്ലോ. നമ്മൾ കാണാൻ ചെന്നെങ്കിൽ ഒന്ന് കാണാൻ പറ്റുന്നല്ലാതെ പിന്നെ ഒരു വരുന്ന സമയത്ത് അങ്ങോട്ട് പോരാൻ പറ്റുന്നല്ലാതെ അങ്ങോട്ടൊന്നും എടുക്കും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. പിന്നെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡ്, രാത്രിക്കത്തെ ഫുഡ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും പിന്നെ അവിടെ കിട്ടൂലല്ലോ. പിന്നെ കുട്ടികളല്ലേ, അവർക്ക് ഇങ്ങനത്തെ ഒക്കെ തിന്നാനൊക്കെ ഒരു പൂതി ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ കൊടുത്തേക്കല്ലേ. ഒരു ഗ്യാസൊക്കെ റോസ് പിസ്തല്ലേ ഓർമ്മല്ലേ സ്കർബായൊക്കെ വെച്ചില്ല? അത് മറക്കല്ലേ കേട്ടോ. വേറെ ഒന്നും മറന്നാലും അത് മറക്കല്ലേ. അതിന് കവറുണ്ടല്ലോ അവിടെ. അതിന് കവറാണോ? സിരിച്ച് മറക്കല്ലേ. അതിന്റെ പേരെന്താ സിനു? അപ്പോൾ രാത്രി ഒരു 9 മണിക്ക് ശേഷമാണ് കേട്ടോ പിന്നെ സിനോയുടെ ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ട് കറക്റ്റോളെ ബാഗിൽ ഉള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ 5 ദിവസമായാലും വന്നിട്ട് അപ്പോൾ വന്നപ്പോൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇടാനൊക്കെ കൊണ്ടുവന്നിനി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്.
ബുക്കും ഒക്കെ ഉണ്ടാവില്ല, ഒക്കെ റെഡിയാക്കി വെക്കണമല്ലോ രാവിലെ പോകുമ്പോഴത്തേന്. രാവിലെ ഒരു 7:15 ആകുമ്പോഴത്തേന് ബസ് വരും. ആ ബസ്സിന് അങ്ങോട്ട് കയറി പോയിട്ട് പിന്നെ അവിടെ പോയിട്ട് ഇറങ്ങും ചെയ്യട്ടോ. അപ്പോൾ അപ്പോഴത്തേന് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി രാവിലെ പിന്നെ ഇതിന് നീച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനൊന്നും നേരം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചാണ് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് അങ്ങോട്ട് വന്നിക്കാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തിപ്പൊടി എങ്ങനെ ഞാൻ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഈ ചട്ടി അടുപ്പത്ത് വെച്ചാൽ നല്ലോണം ചൂടായ സമയത്ത് ഞാൻ വറ്റൽമുളക് ഒന്നങ്ങോട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു 15 എണ്ണം, വറ്റൽമുളക് പിന്നെ ഞാനൊരു 10 എണ്ണമാണ് എടുത്തത്. പിന്നെ കുറച്ച് മുളകും പൊടിയും കൂടി ഇടുമ്പോൾ പിന്നെ കുരുമുളക് കൂടി ഉണ്ട്, കുരുമുളകിൻ്റെ മണിയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കണക്കൊന്നുമില്ല, എൻ്റെ ഒരു മട്ടത്തിനാണ് ഇടുകയാണ് കേട്ടോ. 15 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ 2 തണ്ട് കരിവേപ്പിൻ്റെ ഊരയുടെ അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളക് ആദ്യം ഒന്നങ്ങോട്ട് ചെറുതായിട്ട് ചൂടാക്കട്ടെ. പിന്നെ നമുക്ക് തേങ്ങയും ചെറിയുള്ളിയും കരിവേപ്പിൻ്റെലും കുരുമുളകും ഒക്കെ പാടിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്തൊക്കെ കുറച്ചാടായിട്ട് പിന്നെ അത് ഇട്ടെടുക്കാം. മറ്റേത് എന്താ പറയുക, അത് കാര്യമായിട്ട് കടന്നാണ്ടേ. അപ്പോൾ ഞാൻ വറ്റൽമുളക് ചെറുതായിട്ട് ആദ്യം ഒന്ന് അങ്ങോട്ട് ചൂടാക്കി വെച്ചിട്ട് ലാസ്റ്റ് പിന്നെ ഒന്നും കൂടി ഇട്ടെടുത്തോളം ചൂടാക്കിയാലും നമുക്ക് പൊടിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ 2 തേങ്ങ പൊളിച്ചതിനൊക്കെ കൊടുന്നാണ്ട് 4 തേങ്ങമുറി ഉണ്ടാവില്ല, 4 തേങ്ങമുറി നല്ല ഉഷാറായിട്ട് ചിരണ്ടിയെടുത്താണ് ഞാനിതാ ചട്ടിക്കാണ് ഇട്ട് കൊടുത്താണ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതിക്ക് ഞാനിതാ തൊലിച്ച് വെച്ചിനെ നമ്മളെ ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളി ഒരു 15ഓളം ഞാൻ തൊലിച്ചെടുത്തിന്. വെളുത്തുള്ളി ഒന്നും വേണ്ട കേട്ടോ. പിന്നെ ഇഞ്ചി കഷ്ണം ഒരു ചെറിയ കഷ്ണം ഞാൻ അതും ഇട്ട് കൊടുത്തിന്. പിന്നെ കുരുമുളകിൻ്റെ മണി ഉണ്ടല്ലോ, പിന്നെ 2 കരിവേപ്പിൻ്റെ തണ്ട് ഞാൻ അതും ഒന്ന് ഊരിയാണ്ട് അതും ഇട്ട് കൊടുത്താണ്ടൊക്കെ പാടുന്നാണ്ട് ഞാൻ വറക്കാൻ വേണ്ടിയിട്ടാണ് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുരുമുളക് മണിയൊക്കെ ഞാനൊരു പാകത്തിനും മട്ടത്തിനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എരി ഏറിയാനും പറ്റൂലല്ലോ. പിന്നെ കുറച്ച് മുളകും പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം, ഒരു ചുവന്ന കളറായി കിട്ടണമെങ്കിൽ. വറ്റൽമുളക് വറുത്താലും ചുവന്ന കളറാവും. മുളക് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് ചുവപ്പ് കളർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാത്തുമല്ല. അപ്പോൾ മുളകും പൊടി ലേശം 1 സ്പൂൺ ഇടുന്നുള്ളൂ, തോനൊന്നും ഇട്ട് കൊടുക്കണില്ല. എന്നിട്ട് നമ്മൾ തേങ്ങ വറക്കൂലേ അതേപോലെ നല്ലോണം അങ്ങോട്ട് വറുത്തിങ്ങോട്ട് എടുക്കണം. എന്നാലും ഇത് പൊടിച്ചുമ്പോൾ പിന്നെ നല്ലോണം വറക്കാൻ പിന്നെ എന്താ പറയുക, കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാനുള്ളതല്ലേ, മറ്റേ കേടരും. ഒന്നിപ്പോൾ കുറച്ച് ചിലപ്പോൾ നമ്മൾ എടുക്കുള്ളൂ. ഇപ്പോൾ നമുക്കും കുറച്ചും ഇവിടെ വെക്കും ചെയ്യാം, ഓൾക്കും കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഓൾക്ക് ഉപയോഗിക്കുമ്പോൾ ഒന്നും ഒരുപാടൊന്നും വേണ്ടി വരില്ലല്ലോ. വെക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ലോണം തേങ്ങ വറക്കണം. നമ്മളെ കറിക്ക് അരക്കുമ്പോൾ നമ്മൾ പെരേരി നമുക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ലോണം വറക്കൂലല്ലോ. നമ്മളെ മട്ടത്തിനൊക്കെ നമ്മൾ വറുത്താണ് അങ്ങോട്ട് ഒരു ചൊയും ചാതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വറക്കുള്ളൂ. അപ്പോൾ അതെന്ത് നല്ലോണം വറുത്തിങ്ങോട്ട് എടുക്കാനുണ്ട്. ഞാൻ വറുത്തെടുക്കൽ കഴിയുമ്പോൾ കാട്ടിത്തരാം കേട്ടോ. അങ്ങനെ മക്കളെ ഒരു 3/4 ഭാഗം വറവായ സമയത്താണ് കേട്ടോ ഞാൻ കണ്ടിട്ട് നല്ലോണം വറവായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ വറ്റൽമുളക് കണ്ടിട്ട് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ വറ്റൽമുളക് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം കരിഞ്ഞ് ചുവന്ന കളറായി പിന്നെ ആ ഒരു ചമ്മന്തി അത്ര രസം കിട്ടില്ല. അപ്പോൾ അത് 3/4 ഭാഗം വറവായതിന് ശേഷം തന്നെ കേട്ടോ ഞാൻ ആ വറ്റൽമുളക് ഇട്ട് കൊടുത്താണ്. ഒരു 1/4 ഭാഗം കൂടി ഒന്നാണ് വറന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചമ്മന്തി നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ആ ചമ്മന്തിപ്പൊടിക്കുള്ള തേങ്ങയൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടോ. ഇനി നമുക്ക് ചമ്മന്തിപ്പൊടി ആക്കി എടുക്കണ്ടേ. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് വേഗം ഞാൻ പരന്ന പാത്രത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. സമയം ഒരു 10 മണിയൊക്കെ ആയിക്കണേ. നമുക്ക് ഇനി കടന്നിറങ്ങണ്ടേ, നേരത്തെ നീച്ചാണ് ഇനിയിപ്പോൾ സിനുവിന് പോകണ്ടേ. അപ്പോൾ തന്നെ ചായയും കടിയൊക്കെ ആവണ്ടേ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഞാനൊന്ന് അങ്ങോട്ട് അരച്ചെടുത്തും ചെയ്തിക്കണേ. ഇതൊന്ന് കുറഞ്ഞ ഫ്ലെയിമിലാക്കിയിട്ടാണ് പിന്നെ ഞാൻ പോയാണ്ട് അതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പാത്രം കഴിക്കലും ഇങ്ങനത്തെ പണികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കഴിച്ചിട്ടോ. അപ്പോൾ തന്നെ ഇതൊക്കെ ആയും ചെയ്ത് വറവ്. അപ്പോൾ ആ പാത്രത്തിൽ കണ്ടിട്ട് കൊടുത്താണ് ഞാൻ പെരട്ടോട്ട് വെച്ചത്. ഞാൻ വേഗം ചൂടാറിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി ഉള്ള പാത്രത്തൊക്കെ ആക്കി കൊടുത്ത് മൂടി വെച്ചാണ് ഉള്ള ബാഗ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമുള്ളൂ. രാവിലെ നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ തിരക്കേക്കാരം പോണ തിരക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ മറന്നിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വല്ലാത്ത ഇടങ്ങേറേക്കാരം കൊണ്ടുപോയിട്ടില്ലെങ്കിൽ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിങ്ങ ഞാൻ കുരൊക്കെ കളഞ്ഞാണ് ഇതിൽ കണ്ടിട്ട് കൊടുത്തിട്ട് കേട്ടോ. അതും അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ പണി ഞാൻ കുരൊക്കെ കളയുന്ന കുറച്ച് പണിയാണല്ലോ ഈ പുളിങ്ങൻ്റെ. അപ്പോൾ അത് ചൂടാറിയപ്പോൾ ഞാൻ ആ പുളിങ്ങയും ഇതൊക്കെ പാടിട്ടാണ് ഞാനിങ്ങനെ ഒന്നാണ് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോവാണ് കേട്ടോ. ഈ പൊടിച്ചിട്ട് മിക്സിയിൽ ഒന്നായിട്ടാണ് പോകില്ല. അപ്പോൾ കുറച്ചിട്ടാണ് പൊടിച്ചെടുക്കുക. പിന്നെ ഓക്ക് കൊണ്ടുപോകും വേണം, നമുക്ക് കുറച്ച് ഇവിടെ എടുത്തൊക്കെ വേണമെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ പൊടിച്ചെടുക്കണത്. പിന്നെ ഒരുപാട് ദിവസം ഇത് വെക്കാനും പറ്റില്ലല്ലോ, കുറേ കൊടുത്ത് വെച്ചിട്ട് വേഗം പുളിങ്ങൊക്കെ ഇടുന്നതുകൊണ്ടേ പെട്ടെന്ന് ചിലപ്പോൾ ആണെങ്കിൽ കേടരാൻ സാധ്യത ഉണ്ടാവും. പുളിങ്ങിട്ടാൽ പിന്നെ 2-3 ദിവസമൊക്കെ അങ്ങനെ ഉപയോഗിക്കാനല്ലേ പറ്റുള്ളൂ. പിന്നെ എല്ലാവരും കൂടി ആകുമ്പം അത് നുള്ളി ഓരിയേക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ, കേടൊന്ന് പോകാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളതല്ല മട്ടത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ റാഹത്തേക്കാരല്ലോ. തിന്നുമ്പോൾ കുട്ടികളങ്ങോട്ട് ആസ്വദിച്ച് അങ്ങോട്ട് തിന്നും ചെയ്തോട്ടെ. പുളിങ്ങൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമായിക്കാരല്ലോ. ഇപ്പോൾ ഈ ചമ്മന്തിപ്പൊടി പുളിങ്ങ ഇടാതെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിച്ചിട്ടോ. അപ്പോൾ പുളിങ്ങ ഇട്ടതാകുമ്പോൾ കുട്ടികൾക്ക് ഒന്നും കൂടി ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പുളിങ്ങ ഇട്ടാണ് അങ്ങോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ നമ്മളെ ചമ്മന്തിപ്പൊടി ഇവിടെ ഞാൻ പൊടിച്ചെടുത്തിട്ട് കേട്ടോ. ഇനിയിപ്പോൾ പാത്രത്തിൽ ഉണ്ടാക്കിക്കാണ്ട് ഓളെ ബാഗിലാണ് കൊണ്ടേ വെക്കട്ടെ. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് വേണം പറഞ്ഞേക്കട്ടെ. പിന്നെ ഇതെന്താ പറഞ്ഞാൽ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ ഓരോന്ന് കൊണ്ടുവരുമ്പം അതിക്ക് കുരുമുളക് എടുത്തൊക്കെ തിന്നാൻ അവൾ ഭയങ്കര എരിവിൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെയാണ് കേട്ടോ ഓക്ക് ഇഷ്ടം. അപ്പോൾ നമ്മളോട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മളങ്ങനെ കൊടുത്തേക്കല്ലേ.
അപ്പോൾ ആ ചമ്മന്തിപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഞാൻ പാത്രത്തിലുണ്ടാക്കി വെച്ചിട്ടോ. ഇനിയിപ്പോൾ ഓളെ ബാഗക്കാട് കൊണ്ടുപോയി വെച്ചാലേ നമുക്ക് സമാധാനമായിട്ട് കടന്നുറങ്ങാൻ. നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ നീച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെയുള്ള പണികളൊക്കെ ഓരോ നെയ്ക്കാരം. പിന്നെ പോണ സൗകര്യമാകുമ്പോൾ നമുക്കും മനസ്സൊക്കെ ഇടങ്ങേറേക്കാരും. ഓൽക്കും എന്തൊക്കെയാണെന്നുള്ള ഓൽക്കും അറിയില്ല. ഒക്കെ പിന്നെ മറന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിലേറെ ഗതികേടേക്കാറില്ല. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു, എന്നാലും പിന്നെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിന്. എളുപ്പമാണല്ലോ രാവിലെ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഇഡ്ഡലിക്കുള്ള മാവ് വെള്ളപ്പത്തിനായി നമ്മളിങ്ങനെ എൻ്റെ ഇപ്പോൾ ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഇഡ്ഡലിക്കാകുമ്പോൾ എന്താ ഈ പാത്രത്തേക്കാണ് പറഞ്ഞു കൊടുത്താൽ നമുക്ക് അങ്ങനെ ഇതിലൊക്കെ നമുക്ക് ഓരോരുത്തർക്കൊക്കെ പോയാണ്ട് അതിലൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുത്തിർക്കല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വേഗം ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഉണ്ടാക്കി വെച്ചൊക്കെ കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഞാൻ പാത്രത്തേക്ക് ഉണ്ടാക്കി കൊടുത്താൽ മൂടി വെച്ച് ഞാൻ അത് ആവി കടന്ന് വന്നോളും. പിന്നെ ഞാൻ കോഴിക്കറി ഉണ്ടായിട്ട് ഇന്നലത്തെ ബാക്കിയുള്ളത്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ തേങ്ങ പൊളിച്ചപ്പോൾ പിന്നെ ഒരു തേങ്ങ കൂടി പൊളിച്ചാൽ ഒരു തേങ്ങ എടുത്താൽ അതും ചെരിഞ്ഞാട് ഞാൻ അവിടെ വെച്ചീന് കേട്ടോ. വറുത്ത് വെച്ചില്ലേന് അവിടെ ഇങ്ങനെ സമയം ഒരുപാടായപ്പോൾ ഞാൻ വറുത്തൊക്കെ അന്നില്ല ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിക്കാണ് വെച്ചീന്. അപ്പോൾ രാവിലെ എടുത്താണ് വേഗം അത് വറുത്ത് നമ്മൾ ചമ്മന്തി പൊടിക്ക് വറുക്കണമായിരിക്കൊന്നും വറുക്കണം, എന്നാലും കുറച്ചൊക്കെ നമ്മൾ വറുത്താണ് ഞാൻ തേങ്ങ അരച്ച് കൊടുന്നാട് ആ കോഴിക്കറിക്കാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കറിയും അവിടെ റെഡിയാകും. അപ്പത്തിന് നമ്മൾ ഇഡ്ഡലിയും ഇവിടെ റെഡി ആയിട്ട് നമ്മളെ തേങ്ങ ഒന്ന് വറുത്തെടുത്തപ്പോത്തിന്. അപ്പോൾ ഇതാക്കണം മക്കളെ, നമ്മളെ ഇഡ്ഡലിയും തേങ്ങ വറുത്തരച്ച കോഴിക്കറിയൊക്കെ ഇവിടെ ആയതാ. ഞാൻ ചായയൊക്കെ റെഡിയാക്കിയാണ് സിനുവിന് ഞാൻ ചായ അടിച്ചാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിളിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഹിസുട്ടി അതിൻ്റെ ഇടയിൽ കൂടെ നീച്ച് പല്ലൊക്കെ തേച്ചാണ് സിനു പോകുമ്പോൾ ഞോക്ക് കാണാൻ ഞോക്ക് വല്ലാത്തൊരു പുറത്തേടേക്കാരം. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ സിനുവിനെ കാണാൻ പോതിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെ ഒരു നൂലോത്സവമായിട്ട് ഓള് എപ്പോഴും ഇപ്പോൾ നമുക്ക് അവിടെ പോകാനൊന്നും കഴിയില്ലല്ലോ. പിന്നെ ഓൾക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാനും കഴിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കാണാൻ പോയപ്പോൾ ഞങ്ങൾ പോലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ വേഗം വന്നിട്ട് കേട്ടോ. ഓണായതുകൊണ്ട് ഇപ്പോൾ ഒരു മാസത്തിൻ്റെ മുന്നേ തന്നെ ഇവിടെ വന്നിട്ട് കേട്ടോ. അങ്ങനത്തെ ഹിസുട്ടിക്ക് ചായ എനിക്ക് സിനുവിനെ വാരി തരണം പറഞ്ഞാൽ ഓടിങ്ങനെ വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങാനിട്ട്. ഓക്ക് ഇഡ്ഡലി അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ ഹിസുവിന്. അപ്പോൾ ഞാൻ ഓക്ക് ദോശ എന്തെങ്കിലുമൊക്കെ ചുട്ട് കൊടുക്കല. ഇപ്പം അതിന് സമയമില്ലാത്തതുകൊണ്ട് സിനു വാരി തന്നാൽ ഞാൻ തിന്നൊക്കെ പറഞ്ഞാണ്ട് ഓളിങ്ങനെ സിനു വാരി കൊടുക്കാണ് കേട്ടോ. അങ്ങനത്തെ ആ ചായയുടെയൊക്കെ കഴിഞ്ഞാൽ പിന്നെ സിനു പോകാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങിയാണ്ട് ഇറങ്ങിക്കാനിട്ട് ഇനിയിപ്പോൾ ബാവട്ടി അങ്ങാടിയിലൊക്കെ കൊണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഹിസുട്ടി കണ്ടില്ല സിനു പോകണം ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ബാവട്ടി പോലെ അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കും അങ്ങാടിയിലേറ്റ്. അവിടുന്ന് പിന്നെ ബസ്സിന് അങ്ങോട്ട് ഓല് പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ എത്തിയിട്ട് ഇങ്ങനെ വിളിച്ചുട്ടോ അവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞാണ്ട് എന്നാലേ നമുക്ക് സമാധാനമാവുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ഓള് പോകാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങിക്കാണ്. അപ്പോൾ റീനും റീഫൊക്കെ പിന്നെ മദ്രസ്ക്ക് 6 മണിയാകുമ്പോഴത്തേനും ഓൾക്ക് തുടങ്ങുമെന്ന് പറയും. ഓല അങ്ങോട്ട് മദ്രസ്ക്ക് പോയിക്കാണ്. അപ്പോൾ സിനു ഒരു 6 സമയമായപ്പോഴാണ് കേട്ടോ പോണത്. അപ്പോൾ തന്നിപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനെന്നുള്ളൊരു മൂടുണ്ടാവില്ല. അപ്പം ഇനിയിപ്പോൾ മൂടൊക്കെ അല്ലെങ്കിൽ കുറച്ച് നേരം പൊടിച്ചും. അപ്പോൾ വീഡിയോയിൽ കുറേ അപാകതകളൊക്കെ ഉണ്ടാവും കേട്ടോ സംസാരത്തിൽ. അപ്പോൾ നിങ്ങളൊക്കെ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയത്. പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും.